Good morning, dear children. In the previous class of marketing management, we were discussed about some basics of marketing management, such as what is core marketing concepts, customers എന്താണ്, നീഡ്സ് എന്താണ്, വാണ്ട്സ് എന്താണ്, പ്രൊഡക്റ്റ് എന്താണ്, പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. Today we are going to discuss about some other concepts such as what is exchange. എന്താണ് മാർക്കറ്റിങ്ങിൽ എക്സ്ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് എക്സ്ചേഞ്ച്? എക്സ്ചേഞ്ച് ഇസ് എ ഗുഡ്സ് ആൻഡ് സർവീസ് റിലേറ്റഡ് കോൺസെപ്റ്റ്. മാർക്കറ്റിങ്ങിൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസ് കൈമാറുന്നതിനെയാണ് എക്സ്ചേഞ്ച് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Exchange is a process of obtaining a desired offer by sacrificing something in return. നമ്മൾ പണത്തിന് പകരമായി എന്താണോ നൽകുന്നത്, മാർക്കറ്റിലൂടെ റിട്ടേൺ കിട്ടുന്നത് എന്താണ്, മാർക്കറ്റിംഗ് എന്ന പ്രോസസ്സിലൂടെ നമുക്ക് എന്താണോ റിട്ടേൺ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ എക്സ്ചേഞ്ച് ഇസ് ദ പ്രോസസ് ഓഫ് ഒബ്റ്റൈനിങ് ഡിസൈഡ് ഓഫർ ബൈ സാക്രിഫൈസിങ്. It is the act of obtaining a desired object from someone by offering something in return. അപ്പോൾ നമുക്ക് ഒരു തിങ്ങിന് പകരമായിട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട്, അതായത് അതിന് പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. സോ എക്സ്ചേഞ്ച് ഇസ് ഓൾവേസ് എ പ്രോസസ്. So it is the act of obtaining a desired object from someone by offering something in return. മാർക്കറ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. വാട്ട് ഇസ് സാറ്റിസ്ഫാക്ഷൻ? Satisfaction is expressed in terms of products' perceived performance in relation to customers' expectations. കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, നമ്മൾ ഒരു സ്വീറ്റ് വാങ്ങുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആ സ്വീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. സോ അതിൽ ആ പ്രൊഡക്റ്റിന് കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിച്ചു എന്ന് പറയാം. സോ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ is expressed in terms of product perceived performance in relation to customers' expectations. കസ്റ്റമറിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള ഒരു സംതൃപ്തി കസ്റ്റമറിന് പ്രൊഡക്റ്റിന് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിന് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് പറയാം. Next we are going to discuss about the meaning of market. What is market? Market is the place where goods and services are exchanged. നമ്മൾ മാർക്കറ്റ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറഞ്ഞു പ്രൊഡക്റ്റിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പ്രൊഡക്റ്റിനെ എവിടെ വെച്ചാണ് എക്സ്ചേഞ്ച് ചെയ്യുക? ഇറ്റ് ഇസ് എ പ്ലേസ്. സോ മാർക്കറ്റ് ഇസ് എ പ്ലേസ് വെർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എവിടെ വെച്ചാണോ ഗുഡ്സ് ആൻഡ് സർവീസസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. A market is a social arrangement that allow buyers and sellers to discover information and carry out a voluntary exchange of goods and services. മാർക്കറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സോഷ്യൽ അറേഞ്ച്മെൻറ്റ്. ഇവിടെ ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും അവർക്ക് വോളണ്ടറി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു വോളണ്ടറി അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് മാർക്കറ്റിനെ ഇവിടെ കാണുന്നത്. ദെൻ ഇൻ ദ കേസ് ഓഫ് എക്കണോമിക്സിൻ്റെ കേസിൽ എങ്ങനെയാണ് മാർക്കറ്റിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഇൻ എക്കണോമിക്സ് ദ ടേം മാർക്കറ്റ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ കമോഡിറ്റി ആൻഡ് ദ കണ്ടീഷൻസ് ആൻഡ് ഫോഴ്സസ് വിച്ച് ഡിറ്റർമിൻ പ്രൈസസ്. അതായത് കമോഡിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ അഗ്രിഗേറ്റ് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ്, അല്ലെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഫോഴ്സസിൻ്റെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്, മാർക്കറ്റിനെ കാണുന്നത് ഇൻ ദ കേസ് ഓഫ് എക്കണോമിക്സ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റ്? Market is described as the institution that performs the marketing functions and as the intermediary between buyers and sellers. അതായത് മാർക്കറ്റിനെ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ കേസിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ഇൻറ്റർമീഡിയറീസിനെയും ഒക്കെ മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്ലേസ് ആയിട്ടാണ് മാനേജ്മെൻറ്റിൻ്റെ കേസിൽ മാർക്കറ്റിനെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഓവർ
ഓവറോൾ നമുക്ക് നോക്കിയാൽ അറിയാം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്ലേസിനെയാണ് നമ്മൾ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. വാട്ട് ഈസ് മാർക്കറ്റിംഗ്? Marketing is the process for exchange of goods and services. We already studied that market is the place for exchange of goods and services or arrangement. That is market. മാർക്കറ്റ് ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ പ്ലേസ് ആണെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റിംഗ് ഇസ് ദ പ്രോസസ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. Marketing is concerned with the demand stimulated in the market. So, marketing is the business process by which products are matched with markets and through which the transfer of ownership are effected. മാർക്കറ്റിങ്ങിൽ നമ്മൾ പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഓണർഷിപ്പ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. So, marketing is getting the right goods and services to the right people at the right place at the right time and at the right price. കൃത്യമായിട്ടുള്ള ഗുഡ്സ്, അതായത് കൃത്യമായിട്ടുള്ള റൈറ്റ് പ്രൈസിൽ നമ്മൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രൊമോഷനോടുകൂടി ആളുകളിലേക്ക് എത്തിക്കുന്ന ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ വെറും ഒരു ഗുഡ്സ് എക്സ്ചേഞ്ച് പ്രോസസ്സല്ല, പ്രോപ്പർ ടൈമിൽ പ്രോപ്പറായിട്ടുള്ള ആളുകൾക്ക് പ്രോപ്പറായിട്ടുള്ള പ്രൊമോഷണൽ ടെക്നിക്സിലൂടെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്രൈസ്, റീസണബിൾ പ്രൈസിൽ എത്തിക്കുന്ന പ്രോസസ്സാണ് മാർക്കറ്റിംഗ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയസ് ഡെഫിനിഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻസിനെ നമ്മൾ 3 കാറ്റഗറീസാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് കാറ്റഗറി ഈസ് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, സെക്കൻഡ് കാറ്റഗറി ഈസ് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ആൻഡ് ദ തേർഡ് ഈസ് വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. ഇങ്ങനെ മാർക്കറ്റിങ്ങിൻ്റെ ഡെഫിനിഷൻസിനെ 3 ആക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇൻ ദ കേസ് ഓഫ് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, മാർക്കറ്റിങ്ങിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് മാർക്കറ്റിംഗ് ഹാസ് ബീൻ ഡിഫൈൻഡ് ബൈ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ആസ് ദ പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡിറക്റ്റ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ ഓർ യൂസർ. അതായത് പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുക, അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ക്ലാസിഫിക്കേഷൻ ഇസ് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. So, here the business activities that direct the flow of goods and services from producers to customer. പ്രൊഡ്യൂസറിൽ നിന്ന് കസ്റ്റമറിലേക്ക് ഗുഡ്സിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫ്ലോ ആണ് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡെഫിനിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ, AMA എന്ന് നമുക്ക് ഷോർട്ട് ചെയ്ത് പറയാം. And the second definition, that is customer oriented definition. Here marketing is based on customer point of view. ഇവിടെ മാർക്കറ്റിങ്ങിൻ്റെ ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുള്ളത് കസ്റ്റമറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. അക്കോർഡിംഗ് ടു ദ ബ്രിട്ടീഷ് Chartered Institute of Marketing, marketing is the management process responsible for identifying, anticipating and satisfying customers' requirements profitably. അതായത് ഇവിടെ കസ്റ്റമറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് മാർക്കറ്റിങ്ങിനെ നോക്കിക്കാണുന്നത്. ഇവിടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഫോർ ഐഡൻറ്റിഫൈയിങ്, ആൻറ്റിസിപ്പേറ്റിംഗ് ആൻഡ് സാറ്റിസ്ഫൈയിങ് ദ കൺസ്യൂമേഴ്സ് റിക്വയർമെൻറ്റ്സ്. കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രോപ്പറായിട്ട് കൺസ്യൂമറിലേക്ക് എത്തിക്കുക എന്നതാണ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. Our third definition is value oriented definition. This definition is also known as modern definition. നമ്മൾ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ നോക്കി, അതേപോലെ കൺസ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ നോക്കി. ഇനി മൂന്നാമത്തെ ഡെഫിനിഷനാണ് വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. The American Marketing Association defined marketing as an organizational function and a set of process for creating, communicating and delivering value to customers and for managing customer relationship in ways that benefits the organization and its stakeholders. അതായത്
ഒരു ഓർഗനൈസേഷണൽ ഫങ്ഷനാണ് മാർക്കറ്റിംഗ്. അതായത് ഇതിൽ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ പ്രൊഡക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുക. ഇതിലൂടെയൊക്കെ കസ്റ്റമേഴ്സിന് ഒരു വാല്യൂ ലഭിക്കുന്നുണ്ട്. അതായത് കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുക, കസ്റ്റമറുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, അതിലൂടെ ഓർഗനൈസേഷന് ബെനഫിറ്റ് ഉണ്ടാക്കുക തുടങ്ങിയ ഒരുപാട് വാല്യൂസാണ് മാർക്കറ്റിങ്ങിലൂടെ ആഡ് ചെയ്യുന്നത്. So this definition is mainly focused on creating value. So this definition is known as value oriented definition and modern definition of marketing. These are the three definitions. Next we are going to discuss about nature of marketing. മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ നാച്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The first nature is marketing means understanding and responding to customer wants. കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിന് റെസ്പോണ്ട് ചെയ്യുക, അതിന് കൃത്യമായ രീതിയിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് ഡെലിവർ ചെയ്യുക. അതാണ് റെസ്പോണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ വാണ്ട്സ് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോണ്ടിങ് ടു കസ്റ്റമർ വാണ്ട്സ്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അതിന് റെസ്പോണ്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് നാച്ചുർ. ആൻഡ് ദ സെക്കൻഡ് ഈസ് മാർക്കറ്റിംഗ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സ്. മാർക്കറ്റിംഗ് ഈസ് ഓൾവേസ് എ ഗോൾ ഓറിയൻറ്റഡ് ഓർ എ നെയിം ഓറിയൻറ്റഡ്. മാർക്കറ്റിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. അതായത് ഒരു കമ്പനിക്ക് അതിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ടാസ്ക് അച്ചീവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമുണ്ട്. സോ സംടൈംസ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ബിസിനസ് ഇറ്റ്സ് മെയിൻ മോട്ടീവ് ഇസ് ഏർണിംഗ് പ്രോഫിറ്റ്. സർവീസ് ഓറിയൻറ്റഡ് ആണെങ്കിൽ അതിന് എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള എയിം ഉണ്ടാവും. അപ്പോൾ എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും ഗോൾ ഓറിയൻറ്റഡ് ആണ്, കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കും. And the third is marketing deals with products, distribution, promotion and pricing. മാർക്കറ്റിങ്ങിനെ പ്രധാനമായിട്ട് ബേസ് ചെയ്യുന്ന 4 കാര്യങ്ങളാണ് പ്രൊഡക്റ്റ്, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ, പ്രൊമോഷൻ ആൻഡ് പ്രൈസിങ്. ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആണ് മാർക്കറ്റിംഗ്, അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഡെലിവറി ഓറിയൻറ്റഡ് ആണ്. മാർക്കറ്റിങ്ങിലെ അഡ്വർടൈസ്മെൻറ്റ് പോലുള്ള പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആവശ്യമാണ്, അതേപോലെ പ്രോപ്പറായിട്ടുള്ള പ്രൈസിങ്ങും ആവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് മാർക്കറ്റിങ്ങിൽ ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ തേർഡ് നാച്ചർ. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് മാർക്കറ്റിംഗ് ഇസ് എ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റീസ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റീസിൻ്റെ ക്രിയേഷനാണ്. മാർക്കറ്റിങ്ങിൽ ഒരുപാട് തരം യൂട്ടിലിറ്റീസ് ഉണ്ട്. പ്രൊഡക്റ്റ് യൂട്ടിലിറ്റി, പ്രൈസ് യൂട്ടിലിറ്റി, പ്ലേസ് യൂട്ടിലിറ്റി, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ മാർക്കറ്റിംഗ് ഇസ് ദ ക്രിയേഷൻ ഓഫ് യൂട്ടിലിറ്റീസ്. ദാറ്റ് ഈസ് ദ ഫോർത്ത് നാച്ചർ. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് മാർക്കറ്റിംഗ് ഫോക്കസ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഐഡിയാസ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മാർക്കറ്റിംഗ് ഗുഡ്സിനെയും സർവീസിനെയും അതേപോലെ ഐഡിയാസിനെയും ബേസ് ചെയ്തിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. സോ മാർക്കറ്റിംഗ് ഇസ് ഫോക്കസ് ഓൺ ഗുഡ്സ്, സർവീസസ് ആൻഡ് ഐഡിയാസ്. Then marketing intends to satisfy and delight the customer. കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളതാണ് മാർക്കറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കസ്റ്റമർ ഓർ ദ കൺസ്യൂമർ ഇസ് ദ കിങ് ഓഫ് മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ കിങ് എന്ന് പറയുന്നത് ആരാണ്? കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമറാണ്. സോ കൺസ്യൂമറിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നതാണ് ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത്. So marketing intends to satisfy and delight the customer. That is another nature of marketing. And next is marketing focus on delivering value to the customers. കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഡെലിവറിങ് വാല്യൂ. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിലൂടെ ഒരു വാല്യൂ കസ്റ്റമറുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടെ മാർക്കറ്റിങ്ങിനുണ്ട്. Then marketing is surrounded by needs. Marketing is always surrounded by needs. There are number of customers or consumers, their needs are unlimited. So the needs always surrounded by marketing. Marketing is surrounded by different kinds of needs. Then marketing is business and business is marketing. Marketing is always relating to business. ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ് മാർക്കറ്റിംഗ്. അതേപോലെ ബിസിനസ് മാർക്കറ്റിംഗ് തന്നെയാണെന്ന് നമുക്ക് പറയാം. അപ്പം ബിസിനസ്സിലും ട്രേഡിംഗ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടക്കുന്നുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഒരു മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഈസ് ഓൾവേസ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. Then marketing is a process of exchange. We already discussed about that. Market is the process of exchange. Exchange of goods and services are done in the case of marketing. So marketing is a process of exchange of goods and services.
മാർക്കറ്റിംഗ് ഈസ് ഓൾവേസ് കൺസിഡർ ആസ് എ യൂണിവേഴ്സൽ ഫങ്ഷൻ. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഡൈനാമിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഒരു ചെറിയ പ്ലേസിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ അല്ല. ഇറ്റ്സ് എ ഡൈനാമിക് ഫംഗ്ഷൻ. ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് യൂണിവേഴ്സൽ ഫംഗ്ഷൻ. ആൻഡ് മാർക്കറ്റിംഗ് പ്രോസസ്. സോ മാർക്കറ്റിംഗ് is of marketing. So children, in today's class we were discussed about some core concepts relating to marketing, and we also discussed about the definition of market and 3 definitions of marketing, such as product oriented definition, customer oriented definition, value oriented definition, and we also discussed about various nature of marketing. Okay, thank you.